F-15E ഫൈറ്റർ ജെറ്റിൽ ഉണ്ടായിരുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനെ അമേരിക്ക വളരെ തന്ത്രപൂർവം ഇറാനിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പം പുറത്തു വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് F-15E സ്ട്രൈക്ക് ഈഗിൾ എന്ന് പറയുന്ന US യുദ്ധവിമാനം ഇറാൻ വീഴ്ത്തിയത്. അതിലുള്ള പൈലറ്റിനെ നേരത്തെ തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായി. പക്ഷേ ഈ അതിലുള്ള വെപ്പൺ സിസ്റ്റം ഓഫീസറിനെയാണ് ഇപ്പോൾ റെസ്ക്യൂ ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നൊരു കാര്യം. ഇതെങ്ങനെയാണ് ഈ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ അമേരിക്ക നടത്തിയത്? ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ഇറാനിൽ കാണാതായ അമേരിക്കൻ പൈലറ്റിനെ റെസ്ക്യൂ ചെയ്തതായിട്ട്, രക്ഷിച്ചെടുത്തതായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ഡയറിങ് റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പിന്നെ ആ രക്ഷപ്പെടുത്തിയത് ആരാണെന്നോ ആ ആളിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ചിലർ പറയുന്നു അതൊരു സ്ത്രീയാണെന്ന് പറയുന്നു. ഈ ഇറാൻ ഇന്നലെ അവകാശപ്പെട്ടത് അമേരിക്കയുടെ F-15 ഈഗിൾ, അതുപോലെ A-10 വാർട്ട്ഹോഗ് അറ്റാക്ക് എയർക്രാഫ്റ്റ്, അതുപോലെ ചില വാർത്തകളിൽ അവർ അവകാശപ്പെട്ടത് അമേരിക്കയുടെ F-35 ലൈറ്റനിങ് വിമാനത്തെയും അവർ തകർത്തു എന്നാണ്. അങ്ങനെ 3 വിമാനങ്ങളും തകർക്കുകയും അതോടൊപ്പം ഉണ്ടായിരുന്ന 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾക്ക് അപകടം എന്ന് വെച്ചാൽ അതിന് വെടിയേൽക്കുകയും ചെയ്തു. പക്ഷെ ഹെലികോപ്റ്റർ തകർന്നു വീണില്ല. ഇതായിരുന്നു പുറത്തു വന്ന വാർത്ത. അപ്പോൾ F-15 വിമാനത്തിന്റെ ഇജക്ഷൻ സീറ്റ് ഉൾപ്പെടെ ഇറാൻ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു. അതിൽ ഒരു പൈലറ്റ്, 2 പേരാണ് ഇതിലുള്ളത്. അത് ഗൗതം പറഞ്ഞതുപോലെ ഒരാൾ വെപ്പൺസ് ഓപ്പറേറ്റർ ആയിരിക്കാം, ഒരാൾ പൈലറ്റുമാണ്. അതിൽ ഒരാളെ അമേരിക്ക നേരത്തെ തന്നെ രക്ഷിച്ചിരുന്നു. 2ാമത്തെ ആളെയാണ് ഇപ്പോൾ രക്ഷിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കൗതുകമേറിയ ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ട്. എങ്ങനെയാണ് ശത്രുവിൻ്റെ രാജ്യത്ത് ഇജക്റ്റ് ചെയ്ത, അവിടേക്ക് പാരച്യൂട്ടിൽ അല്ലെങ്കിൽ ഇജക്ഷൻ സീറ്റിനോടനുബന്ധിച്ചുള്ള പാരച്യൂട്ടിൽ പറന്നിറങ്ങുന്ന ഒരു പൈലറ്റിനെ രക്ഷപ്പെടുത്തുന്നതെന്ന്? അമേരിക്ക ഇത്തരം അവരുടെ പൈലറ്റുമാർക്കൊക്കെ തന്നെ വലിയ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഒരു ശത്രു രാജ്യത്തിൽ അകപ്പെട്ടാൽ എന്ത് ചെയ്യണം, അതിന് പറയുന്നത് സർവൈവൽ, ഇവേഷൻ, റെസിസ്റ്റൻസ് ആൻഡ് എസ്കേപ്പ് ട്രെയിനിങ് എന്നാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഒരു സർവൈവൽ കിറ്റ് ഇവർക്കുണ്ടാകും. ഈ വിമാനത്തിൻ്റെ സാധാരണഗതിയിൽ ഇജക്ഷൻ സീറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു റോക്കറ്റ് തെറിക്കുന്നത് പോലെ വിമാനത്തിൻ്റെ മേൽമൂടി തനിയെ പൊങ്ങിയിട്ട് അത് പുറത്തേക്ക് തെറിക്കും. ആ ഇജക്ഷൻ സീറ്റിൽ നിന്നും പിന്നീട് ഇവർ പാരഷൂട്ടിൻ്റെ സഹായത്തോടു കൂടി ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് പരിക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവരുടെ കാലൊടിയാം, അല്ലെങ്കിൽ ചെറിയ പരിക്കുകളാവാം, ഒരയുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ശരീരത്തിന് ചില ചെറിയ അപകടങ്ങൾ സംഭവിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സർവൈവലിനായിട്ട് ഇവർക്ക് സ്പെഷ്യലൈസ്ഡ് സർവൈവൽ 3 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനം. അതായത് ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക എന്നുള്ളത് പ്രധാനമാണ്. അത് ഈ വിമാനം തകർക്കപ്പെടുന്ന ആ അവസരത്തിൽ തന്നെ അവർ സിഗ്നൽ കൊടുക്കുന്നതോടുകൂടി ആ കമ്മ്യൂണിക്കേഷൻ നിലനിർത്താനുള്ള ശ്രമങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. അതാണ് ഒന്നാമത്തേത്. പിന്നെ 2ാമത്തേത് ഇവരുടെ ലൊക്കേഷൻ എപ്പോഴും ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ്. 3ാമത്തേത് ഗ്രൗണ്ട് ആക്ഷനാണ്. അതായത് ഇവരെ രക്ഷിക്കാൻ, എതിരാളികളെ ഫിസിക്കലി നേരിടാനുമായിട്ട് കമാൻഡോ സംഘം വിമാനത്തിലും അതുപോലെ തന്നെ അറ്റാക്ക് ഹെലികോപ്റ്ററുകളിലുമൊക്കെ ആയിട്ട് ഈ പ്രദേശത്തേക്ക് വളയുന്നു. ഈ 3 രീതിയിലാണ്. അപ്പോൾ അത് നമുക്ക് 3 എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഈ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഇവർ ചെയ്യുന്നത് ഈ സർവൈവൽ റേഡിയോ എന്ന് പറയുന്ന റേഡിയോ സിഗ്നലുകൾ അയക്കുന്ന ഒരു സംവിധാനത്തിലൂടെയാണ്. അത് URC-141 എന്ന് പറയുന്ന റേഡിയോ സംവിധാനമാണ് അമേരിക്ക ഉപയോഗിക്കുന്നത്. ഇതിലൂടെ അവർക്ക് എൻക്രിപ്റ്റഡ് മെസ്സേജസ്, അതായത് ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടാലും അവർക്ക് വായിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള എൻക്രിപ്റ്റഡ് മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ്, ഇതൊക്കെ ഈ റേഡിയോ സംവിധാനം വഴി അവരയക്കും. അതുകൂടാതെ സാറ്റലൈറ്റ് ബേസ്ഡ് ബീക്കൺ എന്ന് പറയും, അതായത് GPS ബീക്കൺ എന്ന് പറയും. അവിടെ ഒരു വിമാനം തകർന്നു വീഴുന്ന നിമിഷം തൊട്ട് അവരുടെ ലൊക്കേഷൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമുകൾക്ക് ലഭിക്കാനുള്ള
ഒരു സംവിധാനമാണ് GPS ബീക്കൺ. അത് ഒരു പിന്നെ അതിനുള്ള ഒരു ഉപകരണം ഇവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ഇവരുടെ ലൊക്കേഷൻ എപ്പോഴും സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമുകൾക്ക് എപ്പോഴും കൈമാറിക്കൊണ്ടിരിക്കും. ആദ്യമായിട്ട് ഈ ശത്രുവിൻ്റെ രാജ്യത്ത് അകപ്പെടുന്ന ഈ പൈലറ്റിന് കൊടുക്കുന്ന ഒരു നിർദ്ദേശം, അവർ ഈ വിമാനം തകർന്ന സ്ഥലത്തു നിന്നും അതിൻ്റെ എതിരെ അല്ലെങ്കിൽ അതിൽ നിന്നും ദൂരേക്ക്, കഴിയുന്നത്ര ദൂരേക്ക് ഇവർ മാറുക എന്നുള്ളതാണ്. കാരണം ആദ്യം ശത്രു രാജ്യം ചെയ്യുന്നത് ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ അത് പോയി വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളോ ഒക്കെ ആയിരിക്കുമല്ലോ. പിന്നീട് ഇവര് മൂവ് ചെയ്യുന്ന ഓരോ നിമിഷവും അവർ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ ടീമുമായിട്ട് അവർ കണക്റ്റഡ് ആയിരിക്കും. ആ കണക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവർക്ക് ഏറ്റവും പ്രധാനം. പിന്നെ ഇവർക്ക് ഒരു 3 തൊട്ട് 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വരെ സർവൈവ് ചെയ്യാനുള്ള ഈ ഹൈ എനർജി ടാബ്ലറ്റുകൾ, ശുദ്ധജലമുള്ള വാട്ടർ പാക്കറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ തീ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ, അതല്ലെങ്കിൽ പിന്നെ എന്താണ് തണുപ്പ് പ്രദേശത്താണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഈ ബോഡി വാംത് നിലനിർത്താനുള്ള ബ്ലാങ്കറ്റുകൾ, ഇങ്ങനെയുള്ളൊരു മിനിമം വലിയ വെയിറ്റ് ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ ഇവരുടെ കയ്യിലുണ്ടാകും. ഇതിൽ ഈ ഓരോ നിമിഷവും ഇവർ നീങ്ങുന്നത് ഇവരെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഉപഗ്രഹം വഴിയുള്ള GPS ആ ലൊക്കേഷൻ കൈമാറിക്കൊണ്ടിരിക്കും. ഇതെല്ലാം തന്നെ എൻക്രിപ്റ്റഡ് ആയിരിക്കും. ഒരു കാരണവശാലും ശത്രുവിന് ഈ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക, ഡീകോഡ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഇതാണ് ഇതിനകത്തിൽ പ്രധാനം. എന്നിട്ട് ഇവര് ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം നിർണയിക്കുന്ന ദിശയിലേക്ക് ഇവർ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഇവരെ സെർച്ച് ചെയ്യാനായിട്ടുള്ള പിന്നെ ശത്രു രാജ്യത്തിന്റെ ഹെലികോപ്റ്ററുകൾ വരാം. ചിലപ്പോൾ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഉള്ള ഒരു വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇറാന്റെ കൈവശം ആധുനിക വിമാനങ്ങളൊന്നുമില്ല, ഇറാന്റെ കൈവശം അറ്റാക്ക് ഹെലികോപ്റ്ററുകളുമില്ല. സ്വാഭാവികമായിട്ടും ഇറാൻ എപ്പോഴും ചെയ്യുന്നത് ഈ ഗ്രൗണ്ടിൽ നിന്നും ആകാശത്തോട് വരുന്ന മിസൈലുകൾ, ഡ്രോണുകൾ, അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ശത്രു രാജ്യത്തിൻ്റെ പിന്നെ മർമ്മപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ ധൈര്യമായിട്ട് അമേരിക്കൻ ഹെലികോപ്റ്ററുകൾക്കും വിമാനങ്ങൾക്കും വരാം. അതായത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ പോലുള്ള ഒരു സംവിധാനം ഇറാൻ്റെ കയ്യിലില്ല. അതുണ്ടായിരുന്നെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ ബുദ്ധിമുട്ടായി. കാരണം 100-150 കിലോമീറ്ററൊക്കെ അകലത്ത് നിന്നും മറ്റൊരു വിമാനത്തിൽ നിന്ന് വരുന്ന മിസൈലുകൾ വേറൊരു സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിൽ ഉൾപ്പെടുന്ന ഒരു ഹെലികോപ്റ്ററിനെയോ അല്ലെങ്കിൽ 1-2 വിമാനത്തെയോ ഒക്കെ തകർത്തു കഴിഞ്ഞാൽ പിന്നെ ഇരട്ടിപ്പാടായി. അപ്പം ഇങ്ങനെ ഇല്ലാത്തത് കാരണം ഈ ഹൈലി കോണ്ടസ്റ്റഡ് എയർ സ്പേസ് ആണ് ഇറാൻ്റെതെന്ന് പറയാൻ സാധിക്കില്ല. ട്രംപ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ അവകാശവാദത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് പാകിസ്ഥാനിൽ പോയിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ F-16 വിമാനമുണ്ട്, J-10C വിമാനമുണ്ട്, JF-17 ഉണ്ട്, ആധുനിക വിമാനങ്ങളും. അതുപോലെ ചൈനയുടെ PL-15 പോലുള്ള ബിയോണ്ട് വിഷ്വൽ റേഞ്ച്, അതായത് 100-150-200 കിലോമീറ്റർ ദൂരെ നിന്നുകൊണ്ട് ഫയർ ചെയ്യാൻ പറ്റുന്ന മിസൈലുകൾ. ഇറാന്റെ കയ്യിൽ പാവം രാജ്യമാണ്, അവരുടെ കയ്യിൽ ഇതൊന്നുമില്ല. അവർക്ക് എയർ ടു എയർ മിസൈൽ പോലും ഉണ്ടോ എന്ന് സംശയമാണ്. ഗ്രൗണ്ടിൽ നിന്നും വിമാനത്തിന് നേരെ തൊടുക്കണം. അത്തരം മിസൈലുകൾ ഏതായാലും ഈ ലൊക്കേഷനിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് നാച്ചുറൽ അഡ്വാൻറ്റേജ് ഇവിടെ അമേരിക്കയ്ക്ക് ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഞാൻ ഈ പറഞ്ഞ ആ രീതിയിൽ. പിന്നെ ഇവരെ എത്തുമ്പോഴത്തേക്കും ഈ ലൊക്കേഷനിലേക്ക് ഈ പാരാട്രൂപ്പേഴ്സിനെ അല്ലെങ്കിൽ കമാൻഡോസിനെ അവരെ പാരഷൂട്ട് വഴി അവിടെ ഇറക്കിയിട്ട് ഈ വ്യക്തിയെ അവർ ഹെലികോപ്റ്ററിലേക്ക് മാറ്റും. അതിനാണ് ഈ MH-60 പോലുള്ള പിന്നെ പ്രഡേറ്റർ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള നിരീക്ഷണം നടത്തും ഒരു ഭാഗത്ത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഹെലികോപ്റ്ററുകളിലേക്ക് ഇവരെ മാറ്റും. ഈ പരിക്കേറ്റ പരിക്കേറ്റ പൈലറ്റിനെ ഇപ്പോൾ കുവൈത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ എന്തായാലും അമേരിക്കയെ സംബന്ധിച്ച് മുഖം രക്ഷിച്ച, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിച്ച ഒരു റെസ്ക്യൂ ഓപ്പറേഷനാണ്. അദ്ദേഹത്തിന് ഏതായാലും അമേരിക്കക്കാരുടെ മുമ്പിൽ നാളെ തലയുയർത്തി നിൽക്കാം. കാരണം ഈ പൈലറ്റിനെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയായതിന്. നമുക്കറിയാം, ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ പരാജയപ്പെട്ട ചരിത്രമുണ്ട് അമേരിക്കയ്ക്ക്. 1979 അമേരിക്കയിലെ ടെഹ്റാനിലെ അമേരിക്കൻ എംബസിയിലെ 60ഓളം പേരെ ഇറാൻ്റെ ഈ വിദ്യാർത്ഥികൾ, അതായത് ആ സമയത്താണ് ഇസ്ലാമിക് റവല്യൂഷൻ നടക്കുന്നത്. ഇറാനിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക് റവല്യൂഷൻ നടന്ന തീവ്രവാദികളാണ്.
അപ്പോൾ അവർ അവിടെ പോയിട്ട് ഈ അമേരിക്കൻ എംബസി കയ്യേറി അമേരിക്കൻ എംബസിയിലെ 60ഓളം ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി. ആ ബന്ദികളെ രക്ഷിക്കാനായിട്ട് അമേരിക്ക ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തി. അത് അമ്പെ പരാജയപ്പെട്ടു. ആ 6 അമേരിക്കയുടെ റെസ്ക്യൂ ഓപ്പറേഷൻ ടീമിൽപ്പെട്ടതും ബന്ദികൾപ്പെട്ടതുമായിട്ടുള്ള 6 അമേരിക്കക്കാർ കൊല്ലപ്പെട്ടു, ഒരു ഇറാനിയനും കൊല്ലപ്പെട്ടു. അങ്ങനെ അവസാനം ആ റെസ്ക്യൂ ഓപ്പറേഷൻ അമേരിക്ക നിർത്തിവെച്ച് തിരിച്ചു പോന്നു. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ജിമ്മി കാർട്ടർ. ഇത് 79ലാണ് നടന്നത്. 79ലാണ് 80ന്റെ തുടക്കത്തിലാണ് ഇത് നടന്നത്. 1980ന്റെ പകുതിയോടെ അമേരിക്കയിൽ നടന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ അന്ന് ഈ റെസ്ക്യൂ ഓപ്പറേഷന്റെ പരാജയം ജിമ്മി കാർട്ടറിന്റെ കനത്ത തോൽവിയിലേക്ക് നയിച്ചു. ജിമ്മി കാർട്ടർ റൊണാൾഡ് റെയ്ഗനോട് വലിയ രീതിയിൽ പരാജയപ്പെട്ടു, വലിയ ശതമാനം വോട്ടുകളുടെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫെയിൽഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ജിമ്മി കാർട്ടറുടെ മുഖം നഷ്ടപ്പെടുത്തിയത്. ജിമ്മി കാർട്ടർ യഥാർത്ഥത്തിൽ അമേരിക്കയിലെ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുകയും അംഗീകാരമൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു. പക്ഷേ ഈ ഒരൊറ്റ മിഷൻ പരാജയത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കഥ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയായിരുന്നു അവിടെ സംഭവിച്ചത്. അത് ഒന്നാമത്തെ വിഷയം. ഏതായാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിലൂടെ ട്രംപ് മുഖം നഷ്ടപ്പെട്ട കുറച്ചൊക്കെ ഇമേജ് ഒരുപക്ഷെ തിരിച്ചു പിടിച്ചിരിക്കാം. എന്നാലും ഇറാനെ കീഴടക്കുന്നത് എളുപ്പമൊന്നുമല്ല. പക്ഷേ തൽക്കാലത്തേക്കുള്ള ഒരു രക്ഷപ്പെടലായിരിക്കും. ഭാവിയിൽ നാളെയും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ട്രംപിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇറാന് ഏറ്റവും ഒടുവിൽ അമേരിക്കൻ വിമാനങ്ങൾ തകർത്തോടുകൂടി ഇറാൻ കാണിച്ചത് ഇറാന്റെ പരിമിതമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അമേരിക്കൻ വിമാനങ്ങളെ തകർക്കാൻ കഴിയും. അമേരിക്കയുടെ സ്റ്റെൽത്ത് വിമാനങ്ങൾ പോലും ട്രാക്ക് ചെയ്യപ്പെടാനും എൻഗേജ് ചെയ്യാനും അതിനെ ഡിസ്ട്രോയ് ചെയ്യാനും പറ്റുമെന്നുള്ള ഒരു തെളിവ് ഇറാൻ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഏതായാലും എന്നെന്നും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പാഠമാണ്, ഒരു വലിയ വിജയമാണിത്. പക്ഷെ അതേസമയം തന്നെ അമേരിക്കയ്ക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും ഇതുപോലെ പൈലറ്റുമാരെ നഷ്ടപ്പെട്ടാൽ ഈ നേടിയെടുത്ത ഈ ഒരു പ്രഭാവം ട്രംപിന് അതോടുകൂടി ഇല്ലാതാവാനും സാധ്യതയുണ്ട്. എന്തായാലും ശരി, കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.